ഒരു വാഷിംഗ് മെഷീനിൽ എങ്ങനെ തുണി കഴുകിയെടുക്കാം, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പിൻ്റെ ഒരറ്റം നമ്മുടെ ടാപ്പുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ലീക്ക് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. നല്ല ലീക്ക് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച ശേഷം മാത്രം വാഷിംഗ് മെഷീൻ ഓണാക്കുക. നല്ല ലീക്ക് ഉണ്ടെങ്കിൽ മെഷീൻ പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല. ചെറിയ ലീക്കൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ചെറിയ ലീക്ക് പോലും ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് വാഷിംഗ് മെഷീൻ അകത്തേക്ക് വെള്ളം കയറുന്ന ഭാഗമാണ്. ഇവിടെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കാരണവശാലും ലീക്ക് വരാൻ സാധ്യതയില്ല, കാരണം ഇത് നല്ല പിരിയിട്ട് മുറുക്കുന്ന പോലത്തെ സെറ്റിങ്സ് ആണുള്ളത്. ഇനി നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് വരാം. അതിനു മുമ്പ് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ടാങ്കിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് കൺഫേം ആക്കുക. അപ്പോൾ നമ്മൾ തുണി ഇടുന്നതിന് മുമ്പ് തന്നെ ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ ഡിറ്റർജൻറ്റ് ഇടാനായിട്ടൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് ഇതുപോലെ മെല്ലെ തുറക്കുക. ഇതിൻ്റെ അകത്ത് ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ ചിലർ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ആയിരിക്കും, ചിലർ സൊല്യൂഷൻ ആയിരിക്കും. അതേതാണോ അത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക. വാഷിംഗ് മെഷീനിൽ ആദ്യം ഇടേണ്ടത് ഡിറ്റർജൻറ്റാണ്. തുണി കഴുകുന്നതിന് മുമ്പായിട്ട് ഡിറ്റർജൻറ്റ് കോൺസെൻട്രേഷൻ കൂടിയ അളവിൽ ചെല്ലുമ്പോൾ തുണിയിൽ ചെറിയൊരു കറ പോലെ, കറുത്ത പാട് പോലെ ഇരുണ്ട രൂപത്തിൽ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുണി ഇടുന്നതിന് മുമ്പ് ഡിറ്റർജൻറ്റ് നമ്മൾ ഇതിൻ്റെ അകത്തായിട്ട് ഇടുന്നത്. അതുപോലെ ഫ്രാഗ്രൻസിനുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ഈ ചെറിയ 3 ഹോളിലൂടെയാണ്. ഇത് തുണിയൊക്കെ കഴുകിക്കഴിഞ്ഞ അവസാനം മാത്രമേ മെഷീൻ എടുക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ വാഷിംഗ് ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. സോപ്പ് പൊടി ആണെങ്കിൽ ഇവിടെ സോപ്പ് പൊടിയാണ് ഇടേണ്ടത്. ഇതിലിടുന്ന സോപ്പ് പൊടി ആയാലും ലിക്വിഡ് ആയാലും വ്യത്യസ്തമാണ്. ടോപ്പ് ലോഡിന് പ്രത്യേകം പറഞ്ഞ് മേടിക്കണം. ഇനി നമുക്ക് തുണികൾ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് തുണികൾ ഇട്ട് കൊടുക്കണം. കൂട്ടത്തോടെ ഇട്ട് കൊടുക്കരുത്. അതുപോലെ ചുരുട്ടി ഒരു കെട്ടായിട്ടും ഇട്ട് കൊടുക്കരുത്. ഇവിടെ ഞാനിപ്പോൾ ഇടുന്നത് മീഡിയം ലെവലുള്ള ഡ്രസ്സുകളാണ്. ഒരുപാട് കനമുള്ള ഡ്രസ്സുകളും ഇടുന്നില്ല, ഒരുപാട് കനം കുറഞ്ഞ ലോലമായ ഡ്രസ്സുകളും ഇപ്പോൾ ഇടുന്നില്ല. അതൊക്കെ നമുക്കിട്ട് കഴുകാം. കനം കുറഞ്ഞ ഡ്രസ്സുകളാണെങ്കിൽ അതെല്ലാം കൂടെ ഒരു ചെറിയ സെറ്റാക്കിയിട്ട് കഴുകുക. അത് മാത്രമായിട്ടിട്ട് കഴുകണം. അതുപോലെ കനം കൂടിയ ഡ്രസ്സുകളാണെങ്കിൽ അത് മാത്രം ഇട്ടിട്ട് കഴുകുക. അതിൽ സൈക്കിളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് മീഡിയം ലെവലുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് എങ്ങനെയാണ് കഴുകുന്നത് നോക്കാം. അത് കഴിഞ്ഞിട്ട് കനം കൂടിയ ഡ്രസ്സുകൾ ഇട്ട് കഴുകുമ്പോൾ ഏത് സൈക്കിളാണ് സെലക്ട് ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഡ്രസ്സുകളെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുകയാണ്. ഡോറ് ക്ലോസ് ചെയ്ത് വാഷിംഗ് മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് നിങ്ങൾ ഡോറ് തുറക്കരുത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ ഓൺ ആക്കുന്നതിന് മുമ്പ് ഡോറ് തുറന്ന് ഇടാനുള്ള ഡ്രസ്സ് ഇടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓൺ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഡോറ് തുറക്കരുത്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം വാഷിംഗ് മെഷീൻ നമ്മൾ ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു കണ്ടീഷൻ. അതായത് നോർമലിലായിരിക്കും അത് ഓണായിട്ട് കിടക്കുക. നോർമലിൻ്റെ സൈക്കിളിൻ്റെ അവിടെ ഒരു ചുവന്ന ലൈറ്റ് കത്തി കിടപ്പുണ്ടാവും. അങ്ങനെ കത്തി കിടന്ന് കഴിയുമ്പോൾ അത് നോർമൽ രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുക. അതായത് തുണി കഴുകി അലക്കി പിഴിഞ്ഞ് ഉണക്കും. അത് കൂടാതെ ഒരു 15 മിനിറ്റ് കൂടി ഉണക്കും. ആ മൺസൂണിൻ്റെ മേളിൽ ഒരു 15 മിനിറ്റിൻ്റെ ലൈറ്റ് കത്തി കിടക്കുന്നത് കാണാൻ പറ്റും. ആ 15 മിനിറ്റ് ഉണക്കണ്ട, 30 മിനിറ്റ് ഉണക്കണ്ടെങ്കിൽ ആ മൺസൂൺ ബട്ടണെ തന്നെ ഞെക്കിയാൽ അത് ഓണും ഓഫും ആക്കാനൊക്കെ പറ്റും. ഇവിടെ മൺസൂൺ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് മഴക്കാലത്ത് തുണി പെട്ടെന്ന് ഉണക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് നമ്മുടെ സൗകര്യം പോലെ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതേ ബട്ടണിൽ മൺസൂണിൽ തന്നെ ഞെക്കിയാൽ മതി. അതിങ്ങനെ ഇതുപോലെ ഞെക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. മൺസൂൺ ഫംഗ്ഷൻ നമ്മൾ ഓൺ ചെയ്തില്ലെങ്കിലും വാഷിംഗ് മെഷീൻ നോർമൽ സൈക്കിളിൽ ഒരു 9 മിനിറ്റ് നമുക്ക് ഉണക്കിത്തരും. അത് കൂടാതെ ഉണക്കണമെങ്കിലാണ് നമ്മൾ ഈ 15 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി വാട്ടർ ലെവലിനെ കുറിച്ച് പറയാം. അതായത് നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ ഓണാക്കിയപ്പോൾ നോർമൽ സൈക്കിളിൻ്റെ അടുത്ത് ലൈറ്റ് കത്തി. ഇവിടെ ബാക്കിയുള്ള ലൈറ്റ്, ഇപ്പോൾ വാട്ടർ ലെവലിൻ്റെ അവിടുത്തെ ലൈറ്റുകളൊന്നും കത്തിയിട്ടില്ല. അതായത് മെഷീൻ നമ്മളിപ്പോൾ ഇനി സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ തന്നെ ഡിസൈഡ് ചെയ്യും എത്ര വെള്ളം വേണമെന്ന്. അതനുസരിച്ചിട്ട് മെഷീൻ തന്നെ വെള്ളം എടുക്കുകയും ചെയ്യും. ഇനി അതല്ല, നമ്മളിതുപോലെ വാട്ടർ ലെവൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന വാട്ടർ ലെവലിലായിരിക്കും മെഷീൻ വർക്ക് ചെയ്യുക. പിന്നീട് മെഷീൻ എക്സ്ട്രാ വെള്ളം വേറെ എടുക്കുകയല്ല, നമ്മൾ കൊടുക്കുന്ന ലെവലിൽ മെഷീൻ വർക്ക് ചെയ്യും. പക്ഷേ ബാക്കി ഫംഗ്ഷനൊക്കെ നോർമലായിരിക്കും, ഓട്ടോമാറ്റിക് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന വാട്ടർ ലെവൽ മാത്രം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതായത് ഓരോ വെള്ളത്തിൽ തന്നെ കഴുകി പിഴിഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കുമെന്നല്ല. ഓരോ സൈക്കിളിനും വാഷിംഗ് മെഷീൻ ആവശ്യമായ വെള്ളം നമ്മളിപ്പോൾ 3 സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ 3 കണക്കിലുള്ള വെള്ളം എല്ലാ ഫംഗ്ഷനും വാഷിംഗ് മെഷീൻ എടുക്കും, നമ്മുടെ ടാപ്പിൽ നിന്ന് എടുക്കും, എന്നിട്ട് വർക്ക് ചെയ്യും. വാട്ടർ ലെവൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തത് ചിലപ്പോൾ കൂടി പോവും, ചിലപ്പോൾ കുറഞ്ഞു പോവും. ഇനി വാഷിംഗ് മെഷീൻ തന്നെയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോർമൽ സൈക്കിളിലാണ് വാഷിംഗ് മെഷീൻ ഉള്ളത്. ഇപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാഷ്, റിൻസ്, സ്പിന്ന് ഇത്രയും കാര്യങ്ങൾ നടക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വാഷ് മാത്രം മതി, അല്ലെങ്കിൽ റിൻസ് മാത്രം മതി, അല്ലെങ്കിൽ സ്പിന്ന് മാത്രം മതി എങ്കിൽ ഈ ഫംഗ്ഷൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ഈ ഫംഗ്ഷൻ ബട്ടണിൽ അമർത്തുന്നതനുസരിച്ച് ചുവന്ന ഇൻഡിക്കേറ്റർ മാറുന്നത് കണ്ടില്ലേ,
നമുക്ക് ഏതാണോ ആവശ്യം അതിൻ്റെ നേരെ കൊണ്ടുവന്ന് ചുവന്ന ഇൻഡിക്കേറ്റർ വയ്ക്കുക. ഫംഗ്ഷൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഞാനവിടെ സ്പിന്നിൻ്റെ അവിടെ കൊണ്ട് വെച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 9 മിനിറ്റ് എനിക്ക് ഉണങ്ങും. അതുകൂടാതെ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എനിക്ക് ഉണക്കണമെങ്കിൽ ഞാൻ മൺസൂൺ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്രയും സമയം ഞാൻ സെലക്ട് ചെയ്തിട്ട് നേരെ സ്റ്റാർട്ട് പ്രസ് ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യും, ഈ സ്പിന്നും നടക്കും, 30 മിനിറ്റ് ഉണങ്ങും. അപ്പോൾ മൊത്തം 39 മിനിറ്റ് എനിക്ക് ഉണങ്ങി കിട്ടും എൻ്റെ ഡ്രസ്സുകൾ. അപ്പം നമുക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി വിശദീകരിച്ച് പറയാം. ഞാനിപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു, എനിക്ക് കഴുകിയാൽ മാത്രം മതി. ഞാൻ വാഷിംഗ് മെഷീൻ ഓണാക്കി. അതിനുശേഷം അപ്പോൾ നോർമലിലാണ് ഓണായത്. അതിനുശേഷം ഞാൻ ഫംഗ്ഷൻ ബട്ടൺ അവിടെ പ്രസ് ചെയ്തു. വാഷിൻ്റെ അവിടുത്തെ ചുവന്ന ഇൻഡിക്കേറ്റർ വാഷിൻ്റെ അവിടെ കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ, വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ഉണക്കണ്ട, 15 മിനിറ്റ് മൺസൂൺ ഉപയോഗിച്ച് ഉണക്കണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പോൾ എനിക്ക് കഴുകിയ കിട്ടിയാൽ മാത്രം മതിയെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യുന്നത് നേരെ സ്റ്റാർട്ടാണ്. ഈ സ്റ്റാർട്ടിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തോ, കഴുകുക മാത്രം ചെയ്യും, വേറൊന്നും വാഷിംഗ് മെഷീൻ ചെയ്യത്തില്ല. ഇനി നമുക്ക് സൈക്കിളുകളിലേക്ക് വരാം. ഇവിടെ 6 സൈക്കിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ 6 സൈക്കിളും കൺട്രോൾ ചെയ്യുന്നത് താഴെ സൈക്കിൾ എന്ന് എഴുതിയൊരു ബട്ടൺ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഏത് തരം തുണിയാണോ ഇടുന്നത് അതനുസരിച്ചിട്ടാണ് ഏത് സൈക്കിൾ വേണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മളിവിടെ മീഡിയം ലെവൽ തുണികളാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് നോർമൽ സൈക്കിൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇവിടെ ക്വിക്ക് വാഷ് എന്ന് പറയുന്ന ഒരു സൈക്കിളുണ്ട്. അതായത് കുറച്ച് തുണി വളരെ പെട്ടെന്ന് കഴുകി തരുന്ന ഒരു സൈക്കിളാണിത്. അതായത് ഇടുന്നതിലും പകുതി അളവേ നമുക്ക് തുണി ഇടാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ചെളിയുള്ള തുണി ഈ സൈക്കിളിലിട്ട് കഴുകരുത്, വൃത്തിയാവത്തില്ല. വളരെ പെട്ടെന്ന് കഴുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സൈക്കിൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ സൈക്കിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം നമ്മൾ വാട്ടർ ലെവൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമുക്ക് മൺസൂൺ കൂടുതൽ ഉണക്കണമെങ്കിൽ മൺസൂൺ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. അതുപോലെ കിക്ക് വാഷ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ വാഷിംഗ് മെഷീൻ നിറച്ച് തുണി ഇടും എങ്കിൽ കിക്ക് വാഷ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പകുതി തുണി മാത്രമേ ഇടാവുള്ളൂ. പിന്നെ ഉള്ളത് ഡെലിക്കേറ്റ് ഫംഗ്ഷനാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തുണി കഴുകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ ലെവലൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ട. ഇനി നമ്മൾ സ്റ്റാർട്ട് മാത്രം കൊടുത്താൽ മതി. അതായത് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അകത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട സൈക്കിൾ ഡെലിക്കേറ്റ്സ് ആണ്. പിന്നെയുള്ള സൈക്കിൾ സോക്ക് പ്ലസ് നോർമലാണ്. അതായത് മീഡിയം ലെവലുള്ള തുണി കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുക. പിന്നെ ഉള്ളത് എനർജി സേവിങ് മോഡാണ്. അതായത് കനമുള്ള ജീൻസ് ബ്ലാങ്കറ്റൊക്കെ ഇട്ട് കഴുകാനായിട്ടാണ് ആ സൈക്കിൾ യൂസ് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണക്കണമെങ്കിൽ മൺസൂണോ 15 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെ സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ ലെവൽ വാഷിംഗ് മെഷീൻ അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ എക്കോ ട്യൂബ് ക്ലീനാണുള്ളത്. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ ക്ലീനിങ് സംബന്ധമായ 1-2 വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയാൽ പിന്നീട് കറണ്ട് വരുമ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഏത് സമയത്താണോ ഏത് ഫംഗ്ഷനിൽ ഇരിക്കുമ്പോഴാണോ കറണ്ട് പോയത്, പിന്നീട് കറണ്ട് വരുമ്പോൾ അതേ ഫംഗ്ഷനിൽ തന്നെ വാഷിംഗ് മെഷീൻ റീസ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മളതിലൊന്നും ചെയ്ത് കൊടുക്കണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് വരുമ്പോൾ പഴയ സെറ്റിങ്സ് തന്നെ വാഷിംഗ് മെഷീൻ വർക്ക് ആയിക്കോളും. നമ്മളിപ്പോൾ ഇവിടെ സാധാരണ തുണി കഴുകാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ സൈക്കിളൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. സോക്ക് പ്ലസ് നോർമൽ, അതായത് കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് കഴുകാനുള്ള ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 15 മിനിറ്റ് എക്സ്ട്രാ ഉണക്കാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. വാട്ടർ ലെവൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി ഞാൻ സ്റ്റാർട്ട് കൊടുക്കാൻ പോവുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് വാഷിംഗ് മെഷീൻ വാട്ടർ ലെവൽ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വാട്ടർ ലെവൽ കണക്ക് കൂട്ടുമ്പോൾ അത് ഇതുപോലെ അതിൻ്റെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ റൊട്ടേഷൻ ഓടിക്കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 89 മിനിറ്റാണ് വേണ്ടത്. വാട്ടർ ലെവൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷിംഗ് മെഷീൻ്റെ കോഡുകളുണ്ട്. അതായത് വാഷിംഗ് മെഷീനിലേക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ആ ഡിസ്പ്ലേയിൽ ഇപ്പോൾ 89 എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, ആ ഡിസ്പ്ലേയിൽ എറർ കോഡുകൾ എഴുതി കാണിക്കും. ചിലപ്പോൾ 4B 46 അങ്ങനെയൊക്കെ ആയിരിക്കും. അതൊക്കെ അപ്പോൾ നമ്മൾ ഗൂഗിൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മാനുവലി നോക്കിയിട്ടോ മനസ്സിലാക്കിയിട്ട് പരിഹരിക്കണം. അതുപോലെ ലാസ്റ്റ് സ്റ്റേജിൽ, അതായത് വാഷിംഗ് മെഷീൻ തുണി ഉണക്കുന്ന സ്റ്റേജിൽ വാഷിംഗ് മെഷീൻ നല്ല സൗണ്ട് വരും. അതുപോലെ വാഷിംഗ് മെഷീൻ്റെ അകത്തെ ആ ഡ്രമ്മ് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അത്യാവശ്യം സൗണ്ടും ഉണ്ടാവും. അത് കണ്ടിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. അങ്ങനെ 3 വീഡിയോയിലൂടെ ഒരു സാധാരണക്കാരൻ ഒരു വാഷിംഗ് മെഷീനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇവിടെ ഡിലേ എൻഡ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് കൂടിയുണ്ട്. അതായത് നമുക്ക് ആവശ്യമായ സൈക്കിൾ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഡിലേ എൻഡ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈക്കിൾ വർക്കാവുക ആ സമയം കണക്കാക്കിയിട്ടാണ്. ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ 8, 9, 10, 12 അങ്ങനെ ഓടുന്ന കണ്ടില്ലേ.
അപ്പോൾ നമ്മളതൊക്കെ മണിക്കൂറുകളാണ്. നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന ആ മണിക്കൂറിലാണ് വാഷിംഗ് മെഷീൻ ആ സൈക്കിളിൽ വർക്കാവത്തുള്ളൂ. അപ്പോൾ സമയം സെറ്റ് ചെയ്യാനാണ് ഡിലേ എൻഡ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് വെള്ളം വരുന്നത് ഇത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ നമ്മൾ പുറത്ത് പോവാണ്, നമ്മൾ വരാറാകുമ്പോഴേക്കിനും ഇത് വർക്ക് ഓണായാൽ മതി വാഷിംഗ് മെഷീൻ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ മണിക്കൂറുകൾ കണക്കാക്കിയിട്ട് നമുക്ക് ഡിലേ എൻഡിൽ ആ മണിക്കൂറുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്.